നമുക്ക് കപ്പ കൊണ്ട് തേങ്ങ തിരുവിയെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് നിറപറയുടെ ഒരു ലേശം പുട്ടുപൊടി കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട്, ഇതങ്ങ് പിടിക്കും. കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കുറ്റിയിലോട്ട് വാരിയിടാം. നമുക്ക് സ്പൂൺ കൊണ്ട് കുറച്ച് ഇടാം. ഇത് അതിലെ നീറാണ്. ഇത് ഞാൻ പിന്നെ ഇത് വെച്ചൊരു പലഹാരം ഉണ്ടാക്കും, അത് ഞാൻ കാണിക്കുന്നുണ്ട്. ചീനിയിൽ നിന്ന് പിഴിഞ്ഞ നീറ്. നമ്മുടെ ചീനിയുടെ പുട്ടിങ്ങനെ പുഴുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. നല്ല റെഡിക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ തട്ടി പൊട്ടിച്ച് നോക്കിയതാ. വേണ്ട വേഗുന്നു. അങ്ങനെ ചീനിയുടെ പുട്ട് റെഡി, കൊള്ളിയുടെ പുട്ട് റെഡി. നമുക്ക് കഴിച്ചാലോ? നമുക്കിഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. ബീഫോ ചിക്കനോ മട്ടനോ കടലയോ. ഇത് ഞാൻ ഇപ്പോൾ പഞ്ചസാര ഇട്ട് കഴിക്കാൻ പോവാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണേ.